esteemed panelists one more time. So, ഇവിടെ പ്രത്യേകിച്ച് ആർക്കും മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നില്ല. ബട്ട് if you are really coming here for DevOps Malayalam event first time, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം നിപിൻ ബാബു ഈസ് ദി DevOps മലയാളത്തിൻ്റെ ഒരു co-founder-ആണ്. വളരെ ലോങ് കരിയർ DevOpsൽ ഉള്ള ഒരാളാണ്. പിന്നെ അതുപോലെ കമ്മ്യൂണിറ്റി ലീഡറാണ് ആക്ച്വലി DevOps മലയാളം തുടങ്ങിയത്. അതുപോലെ ഇപ്പോൾ കേരളത്തിൽ CFൻ്റെ ചാപ്റ്റർ അതിൽ വളരെ ആക്റ്റീവാണ്, STOയിൽ വളരെ ആക്റ്റീവാണ്. സോ വി ഹാവ് എ വെരി known personality, at least in the DevOps circuit, with us. Welcome again. പിന്നെയുള്ളത് കിട്ടു സാബു. കിട്ടു DevSecOps engineer and Strategy. Again, he also had a wonderful career in DevOps for quite some time. Welcome Kitu. പിന്നെയുള്ളത് സജന വിജയൻ. സജന is a software engineering lead at Boeing. Welcome സജന. ഏർലി സ്റ്റേജസ് ഓഫ് കരിയർ ഡെവോപ്സിലുള്ള ആളുകൾക്കാണ് നമ്മൾ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആകുമെന്ന് വിചാരിക്കുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളുകൾക്കും ഒക്കെ നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസസും നിങ്ങളുടെ ലേണിങ്സും ഒക്കെ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു സെഷൻ തന്നെയായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മളൊരു 25 minutes കുറച്ച് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തതിന് ശേഷം ഡെഫിനറ്റ്ലി വിൽ ഓപ്പൺ അപ്പ് ടു യു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ എക്സ്പീരിയൻസസും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ മേ ബി നമ്മൾ വളരെ ബേസിക്സ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. സോ മേ ബി സ്റ്റാർട്ട് വിത്ത് എബിൻ. വളരെ ബേസിക് ആയിട്ടൊരു സ്റ്റുഡൻറ്റ് ലെവലിലോ അല്ലെങ്കിൽ വളരെ ഏർലി സ്റ്റേജ് ഡെവോപ്സിനെ പറ്റി ജസ്റ്റ് കേട്ട് മനസ്സിലാക്കിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരാളാണെന്ന് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് വിചാരിച്ചാണ്. എന്താണ് ഒരു ഡെവോപ്സ് അല്ലെങ്കിൽ ഡെവോപ്സ് എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ഓർ എന്തുതരം പ്രോബ്ലംസ് ആണ് ഒരു ഡെവോപ്സ് എഞ്ചിനീയർ ഒരു ഡേ ടു ഡേ ബേസിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ സോൾവ് ചെയ്യുന്നത്? അങ്ങനെ വിചാരിച്ചായിരിക്കും. ഫസ്റ്റ് തിങ്, ഡെവോപ്സ് എന്ന് പറയുന്ന ഒരു ജോബ് റോളായിട്ട് എൻ്റെ ഒരു ഡെഫിനിഷനിൽ വരുന്നില്ല. അതൊരു പ്രാക്ടീസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്ന ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ, ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലൈഫ് സൈക്കിൾ മോഡൽ. അതിൽ ഏറ്റവും ഇപ്പോൾ പോപ്പുലറായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്ന അജൈൽ എന്ന് പറയുന്ന പ്രാക്ടീസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലായിട്ടാണ് ഡെവോപ്സിനെ കാണുന്നത്. ആ ഡെവോപ്സ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഡെവലപ്പർ പ്ലസ് ഓപ്പറേഷൻ. നമ്മളൊരു ട്രഡീഷണൽ വർക്ക് ഫ്ലോയിൽ വരുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് അതൊരു കസ്റ്റമറുടെ ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു സെറ്റ് ഓഫ് ഇതുണ്ട്. നമ്മൾ വർക്ക് ഫോൾ മോഡലാണ് ഫോളോ ചെയ്യുന്നത്, കുറേ ഡിസൈൻ അങ്ങനെ പറയുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഇന്നത്തെ ഫാസ്റ്റ് ഫേസ് വേൾഡിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിട്ട് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം എടുത്ത് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ടെക്നിക്കൽ ഇമ്പോസിബിൾ ആണ്. കാരണം നമ്മുടെ കോമ്പറ്റേറ്റർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡിൽ നമുക്ക് റെസ്പോൺസ് തരണം. അപ്പോൾ ആ ട്രഡീഷണൽ മെത്തേഡ് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത് ഈ അജൈൽ മെത്തഡോളജി. സോ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് ബിൽഡ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ ഒരു ടെസ്റ്റിങ്ങിന് വിടും. സോ അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കും, അഗെയിൻ വീണ്ടും നമ്മൾ ബിൽഡ് ചെയ്യും. സോ അതാണ് നിങ്ങൾ കണ്ടിട്ടുള്ള ഡെവോപ്സിൻ്റെ ഒരു ഇൻഫിനിറ്റി ലൂപ്പ് എന്ന് പറയുന്ന ഒരു സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രാക്ടീസാണ് ഈ ഇത് ചെയ്യാൻ. അതായത് ഡെവലപ്പറും ഓപ്പറേഷനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് റിഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നതും നമ്മുടെ ഒരു ജോബ് റോളിൽ വരും. പിന്നെ ഡെവോപ്സിൻ്റെ മറ്റൊരു ഡെഫിനിഷനായിട്ട് പറയുന്ന എവരിത്തിങ് ഓട്ടോമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് സിസ് അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്കറിയാം നമ്മൾ എന്തോ ഒരു മാനുവൽ ടാസ്കുകളായിരിക്കും ചെയ്യേണ്ടി വരിക. അതായത് ഇപ്പോൾ നമുക്കൊരു സെർവർ സെറ്റപ്പ് ചെയ്യുന്ന അതേ കോൺഫിഗറേഷൻ തന്നെ വേണം ഒരു 100 സെർവർ സെറ്റപ്പ് ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തെ കോഡാക്കി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ്. ഓക്കെ, സോ ഡെവലപ്പറിനെ ഒരു സെർവർ ബിൽഡ് ചെയ്ത് വരുന്ന ആ ടൈം കുറയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ ഡെവോപ്സ് ഇംപ്ലിമെന്റേഷൻ ചെയ്യുമ്പോൾ. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള. അപ്പോൾ ശരിക്കും ഒരു മോഡേൺ ഓർഗനൈസേഷൻ ആകണം. അതായത് ഒരു ഡിഫറെൻറ്റ് ജോഗ്രഫീസിലുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് അഡ്രസ്സ് ചെയ്യണം. പെട്ടെന്ന് ഫീച്ചേഴ്സ് റോൾ ഔട്ട് ആ ഒരു സ്മൂത്ത്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഡെവോപ്സ് പ്രാക്ടീസ് ഇംപ്ലിമെന്റ് ചെയ്യാം. സോ ഡെവോപ്സ് എന്നൊരു ടീമായിട്ട് തന്നെയാണ്. ടീമായിട്ട് വർക്ക് ചെയ്യണം. അവിടെ സെപ്പറേഷൻ ഇല്ല. നമ്മൾ ഡെവലപ്പറിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നു, നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ് കുറെ കൂടി ഈസി ആക്കുക എന്നുള്ളതാണ് ഡെവോപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. സജന, എങ്ങനെയായിരുന്നു ഡെവോപ്സിൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാണ് അതിലേക്ക് വന്നത്?
ഞാൻ വായിച്ചപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലീഡാണ്. സോ ഐ അസ്യൂം മേ ബി യു മൈറ്റ് ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് കൈൻഡ് ഓഫ് ലൈക്ക് കൺവെൻഷണൽ കൈൻഡ് ഓഫ് റോൾ ആൻഡ് ലേറ്റർ വന്നതാണെന്ന് വിചാരിക്കുന്നു. സോ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയിരുന്നു. TKM-ലാണ് ഞാൻ പഠിച്ചത്, TKM കരിക്കോട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആസ് യൂഷ്വൽ കുറേ കൊച്ചുകുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്ന കോഴിക്കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ ക്യാമ്പസിലേക്ക് പോയി, ക്യാമ്പസ് ട്രെയിനിങ്ങിന് പോയി. അവിടെ ഞാൻ 2006-ലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്കങ്ങനെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. വി ഡോണ്ട് നോ, വി ജസ്റ്റ് നോ ദാറ്റ് വി വാണ്ട് ടു വർക്ക് ഇൻ IT വർക്ക് ചെയ്യണം, അല്ലാതെ ഇന്ന ലാംഗ്വേജ് വേണമെന്നോ എൻ്റെ അടുത്തേക്ക് തിരിയണമെന്നോ ഒന്നുമില്ല. അപ്പോൾ ആസ് യൂഷ്വൽ അവർ ഡിഫറൻഷിയേറ്റ് ചെയ്തു, യു ആർ ഇൻ ടു ജാവ. അപ്പോൾ അങ്ങനെ നമ്മൾ ജാവയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ജാവയിൽ സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ ഒരു 5 to 6 years പ്യുവർ കോഡർ ആയിരുന്നു, ജാവ ആയിരുന്നു. ആൻഡ് അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ഈ ഡെയിലി സെയിം വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. കോഡ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ബട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആസ് എബിൻ സേഡ് അതിന് ഞാൻ സപ്പോർട്ട് ചെയ്തു പറയുകയാണ്. അതായത് ഡെവലപ്മെൻറ്റ് പ്ലസ് ഓപ്പറേഷൻസ്, അതാണ് ഡെവോപ്സ്. ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇപ്പം ഫ്രഷേഴ്സ് അല്ലാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ദർ ആർ സോർട്ട് ഓഫ് ഹഡേഴ്സ്, കുറേ കാര്യങ്ങൾ ചാടിക്കടന്നു വേണം നമുക്ക് ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പീസ് ഓഫ് കോഡാണെന്നുണ്ടെങ്കിലും അതൊന്ന് ലൈവിൽ എത്തിക്കാൻ. ഇനി ആ ഒരു ഹഡിൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ആ ഒരു ഹഡിൽസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ക്രൗഡ് സ്ട്രൈക്കിന് പറ്റിയതുപോലെ വളരെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും, വളരെ ഹൈ ഇമ്പാക്റ്റ് ആയിരിക്കും. അത് നമുക്ക് ചിലപ്പോൾ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ശരിക്കും ഒരു റൂട്ടീൻ വർക്ക് അല്ലെങ്കിൽ ഈ ഒരു റിപ്പീറ്റേറ്റീവ് വർക്ക് ചെയ്ത് മടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടൈം കൺസ്യൂമിങ് ജോബാണ്. കാരണം അന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കോഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിൽഡ് ചെയ്യാൻ ഒരു ടീം. ഐ എം കമ്മിങ് ടു ഡെവലപ്പറിൻ്റെ പാർട്ട് നിങ്ങൾ കണ്ടു. ഇനി ഒരു ഡെവലപ്പറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന്, ഡെവലപ്പറിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഓപ്പറേറ്റർ കൺസെപ്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് എഴുതുകയാണ്. കോഡ് എഴുതി യൂണിറ്റ് ടെസ്റ്റ് എഴുതി ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. ഇറ്റ്സ് വർക്കിംഗ് ബൈ സിസ്റ്റം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് എൻ്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ടെസ്റ്റിലേക്ക് വിടണമെന്നുണ്ടെങ്കിൽ അത് ഡിപ്ലോയ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഏകദേശം യു ഹാവ് ടു തിങ്ക് അബൌട്ട് 2010, 2011, 2012. 2012 ജെൻകിൻസ് ഒന്നും അങ്ങനെ അത്ര കോമൺ അല്ല. അപ്പോൾ ബിൽഡിന് വേണ്ടി ഒരു ടീമാണ്, ബിൽഡ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ടീം. നമ്മൾ ബിൽഡ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ടീമിന്റെ പുറകെ നടക്കണം. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് മൈൻഡ്രി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് പറയുകയാണെങ്കിൽ എൻ്റെ കരിയറിനെ പറ്റി പറയണം. മൈൻഡ്രിയിൽ ഞാൻ 3 വർഷം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ആഫ്റ്റർ മാരേജ് ഞാൻ UAE-ലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. UAE ഐ വാസ് വർക്കിംഗ് ഫോർ എമിറേറ്റ്സ് എയർലൈൻസ്. സോ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട്സ്പോട്ടാണ്. ഡയറക്റ്റ് വിട്ട് കഴിഞ്ഞാൽ ലൈവിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ അത്രയും ടെൻഷൻ എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ സജന പറയുന്ന സമയത്ത് ഡെവോപ്സ് എന്ന ടേം പോലും ഇല്ല എന്ന് തോന്നുന്നു. അതെ, ഞാൻ പറയുന്ന സമയത്ത് ഡെവോപ്സ് എന്ന് പറയുന്ന ഒരു ടീം, ഒരു ടേം ഇല്ല. അപ്പൊ നമുക്കിപ്പം ചിലപ്പം ആകാശത്തായിരിക്കും ഫ്ലൈറ്റ് നിൽക്കുന്നത്, അപ്പോഴായിരിക്കും നമുക്കൊരു പ്രൊഡക്ഷനിലേക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത്. ആ ഒരു ടൈമിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ബിൽഡ് ടൈമിന്റെ പുറകെ നടക്കുന്നു, എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ ഞാൻ റിയൽ ടൈം പ്രാക്ടിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടൈം തുടങ്ങുന്നത് 7 to 3:30 ആണ് വർക്കിംഗ് ടൈം. ബട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരും പ്രൊഡക്ഷനിൽ പോയില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഫ്ലൈറ്റ്സ് ആസ് യു മൈറ്റ് ഹാവ് നോട്ടീസ് ഇറ്റ്സ് ഓൺ നൈറ്റ് ടൈം ടു സേവ് ദി ഡേ ഫോർ ദ പാസഞ്ചേഴ്സ്. കാരണം പാസഞ്ചർ ഈസ് ദ കിങ്, പാസഞ്ചറിലാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 to 3:30 നമ്മൾ കോഡ് ചെയ്യും. കോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്ച്വൽ വർക്ക് സ്റ്റാർട്ട് ആഫ്റ്റർ 3:30. ഇത് പുഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓപ്പറേഷൻസ് കുറവായിരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് കൂടും. ഒബ്വിയസ്ലി ക്രൗഡ് സ്ട്രൈക്കിന് ഇമ്പാക്റ്റ് കൂടിയതുപോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സെയിം റൂട്ടീൻ തന്നെയാണ്. ബിൽഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ബിൽഡ് ടൂൾസ് എത്ര പേർക്ക് കംഫർട്ടബിൾ ആണ്? മാവൻ ആൻഡ് most of some build tools, say ABC, I'm generalizing it. അപ്പോൾ ആ ഒരു ബിൽഡ് ടൂൾസിൽ ഉപയോഗിക്കുന്ന കമൻസ് ചിലപ്പോൾ കോമൺ ആയിരിക്കാം, ചിലപ്പോൾ അതൊരു ഷെൽ സ്ക്രിപ്റ്റ് ആയിരിക്കാം. ഇറ്റ്സ് വെരി കോമൺ. ബട്ട് എവറി ടൈം വി ഹാവ് ടു ഡു ദ സെയിം വർക്ക് ആൻഡ് സംബഡി എൽസ് ഇറ്റ്സ് ലൈക്ക് ദേ ജസ്റ്റ് ഹാവ് ടു ഗെറ്റ് അവർ കോഡ്. ആ ഒരു കോഡിലേക്ക് ഒരു കമാൻഡ് ചെയ്യുക. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഓപ്പറേഷൻസ് ഈസ് നോട്ട് ഡൂയിങ് ലൈക്ക്, ബട്ട് ഇറ്റ്സ് ലൈക്ക് സെയിം മുണ്ടേൻ വർക്ക് ഓർ ലൈക്ക് ഇറ്റ് ക്യാൻ ബി ഓട്ടോമേറ്റഡ് വെരി ഈസി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളതെന്ന് വെച്ചാൽ ഡിപ്ലോയ്മെന്റ് ആണ്. ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇറ്റ്സ് ലൈക്ക് one device will be there in SAP, and from the locally you will take the bill and drag and drop. It's not even automated. And then literally I have നമ്മൾ എങ്ങനെയാണെന്ന് അറിയോ ഇത് ചെയ്യുന്നത്? അത് ഫയൽ സൈസ് കമ്പയർ ചെയ്തിട്ടാണ്. This is 350, this is 360. Okay, that is my part of code. അപ്പോൾ അത്രയും ഇത്
നിന്ന് ഇതിനെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ ടൈം ടു മാർക്കറ്റ് എങ്ങനെ എഫക്റ്റീവായിട്ട്, അതായത് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്ക് ലൈവിലുള്ള ഒരു ബഗ് ഫിക്സ് ആയിരിക്കും ചെയ്യുന്നത്, അതിനെ എങ്ങനെ പെട്ടെന്ന് എഫക്റ്റീവ് ആക്കാം എന്നുള്ളതിലേക്കാണ് ഡെവോപ്സിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഫുൾ ഡെവോപ്സ് റോൾ തന്നെ? No, it's not like that. It's kind of polyglot. Okay. കിട്ടുവിനോട് ഞാൻ ചോദിക്കാം, ഇപ്പോൾ ഡെവോപ്സിലൊരു കടന്നു വരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഒക്കെ ആണെങ്കിലും ഈവൻ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഒരുപാട് ടേംസും ടെർമിനോളജീസ് വെൻഡേഴ്സിൻ്റെ പേരൊക്കെയാണ് നമ്മൾ ആദ്യം കേട്ട് തുടങ്ങുക. റാദർ ദാൻ ഈവൻ നോയിങ് വാട്ട് ഇറ്റ് ഇസ്, മേ ബി ഒരുപാട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പോൾ നല്ല ജെൻകിൻസ് അല്ലെങ്കിൽ ഗിറ്റബ് ആക്ഷൻസ്, അതുപോലെ അല്ലെങ്കിൽ ഡോക്കർ, കുബർനെറ്റിസ്, ഇങ്ങനെ പല പേരുകൾ കേൾക്കാം. അതുപോലെ പല ടേംസ് നമ്മൾ കേൾക്കാം, CI/CD, കണ്ടെയ്നേഴ്സ്, ഓർക്കസ്ട്രേഷൻ, IAC. അപ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ് പുതിയ ഒരാൾക്കത് തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരാൾക്ക് ഡെവോപ്സ് ഒട്ടും അറിയില്ല ബട്ട് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് എങ്ങനെയാണ് ഒരു പാത്ത് എങ്ങനെയാണ് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു മിനിമം കൈൻഡ് ഓഫ് തിങ്സ് നമുക്ക് വേണം എന്ന് പറയാൻ പറ്റുന്ന എങ്ങനെ എന്തായിരിക്കും? സോ എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ, ഡെവോപ്സ് ഒരിക്കലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയി വന്നാലേ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഡെവോപ്സിലേക്ക് നിങ്ങൾക്ക് അത് ഇപ്പം ഇവിടെ രണ്ടുപേരും സംസാരിച്ചതിൽ ഒരുപാട് ടെർമിനോളജി ഉണ്ട്, ഒരുപാട് ടേംസുമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വരുമ്പോഴേ ആക്ച്വൽ ഡെവോപ്സ് പ്രോസസ്സിലേക്ക് നിങ്ങൾ എത്തുള്ളൂ. അപ്പം സ്റ്റാർട്ടിങ്ങിൽ കുറേ ടൂൾസുകൾ പഠിക്കുമ്പോഴും നമുക്ക് ആക്ച്വൽ ഒരു ഡെവോപ്സ് പ്രോസസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തില്ല. അത് സോ ഇൻ മൈ ഒപ്പീനിയൻ ഇപ്പം ഞാൻ ഈ ഡെവോപ്സിലേക്ക് വരുമ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ഞാൻ മെയിനായിട്ട് കാണുന്ന 3 സ്കിൽസാണ് ഡെവോപ്സിലേക്ക്. ഇവൻ ഡെവോപ്സ് എന്നല്ല, ഞാൻ ഈ പറഞ്ഞ IT-ലേക്ക് വരുമ്പോൾ ഓപ്പറേഷൻസിലേക്ക് വരുമ്പോൾ ഞാൻ ഓപ്പറേഷൻസിൽ നിന്നാണ് ഡെവോപ്സിലേക്ക് വരുന്നത്. ഡെവലപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയല്ല. സോ ഫസ്റ്റ് ഞാൻ ലിനക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ലിനക്സ് അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്നു. ദെൻ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇൻസ്ട്രക്ടറായിരുന്നു, ട്രെയിനറായിരുന്നു. ദെൻ ആണ് ഞാൻ ഡെവോപ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നതാണ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എന്ത് ഫോക്കസ് ചെയ്യണമെന്ന് എൻ്റെ ഇടയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഐ വിൽ സേ കോർ ടെക്നോളജീസ്. അതിപ്പം സ്റ്റാർട്ടിങ് ഡെവോപ്സ് നിങ്ങളിപ്പോൾ ജെങ്കിൻസ് ടൂൾ പഠിക്കുന്നതിന് മുമ്പ്, യെസ് ജെങ്കിൻസ് വേണം, ബട്ട് പഠിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കോർ ആയിട്ടുള്ള 3 കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നത്. ഒന്ന് OS ഇൻ ദ സെൻസ് മീൻസ് ലിനക്സ് പഠിക്കണം. ലിനക്സിൻ്റെ കോറായിട്ടുള്ള കൺസെപ്റ്റുകൾ, ലിനക്സിൻ്റെ കമാൻഡ്സുകൾ എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള കോറായിട്ടുള്ള കൺസെപ്റ്റുകൾ. ദെൻ സെക്കൻഡ് തിങ്, മോസ്റ്റ്ലി പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡെവോപ്സിലേക്ക് വരുമ്പോൾ പ്രോഗ്രാമിങ് വേണ്ടാന്ന് ചിന്തിക്കുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഫ്രം മൈ എക്സ്പീരിയൻസ്. പ്രോഗ്രാമിങ് ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ട് ഡെവോപ്സ് നോക്കിയിട്ട് വരുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട്. മേ ബി അത് നമുക്ക് ഡെവോപ്സിൽ പറ്റത്തില്ല. കാരണം ഡെവലപ്മെൻറ്റും ഓപ്പറേഷൻസും ഒന്നിക്കണമെങ്കിൽ യു ഷുഡ് നോ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഒരു ആക്ച്വലി സിമ്പിളായിപ്പം പറഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് എങ്കിലും നിങ്ങൾക്ക് അറിയുന്ന രീതിയിലേക്ക് വരണം. അപ്പം സോ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ലിനക്സ്, പ്രോഗ്രാമിംഗ് ആൻഡ് തേർഡ് വൺ ആക്ച്വലി നെറ്റ്വർക്കിംഗ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് ഇപ്പോൾ ഇതിൻ്റെ കേസ് ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ഓപ്പറേഷൻ സൈഡിൽ പ്രൊഡക്ഷനിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫ്രം കസ്റ്റമർ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് മുതൽ ബാക്ക് എൻഡിൽ അതെങ്ങനെയാണ് എത്തുന്നത് വരെയുള്ള നെറ്റ്വർക്ക് സ്ട്രക്ചേഴ്സ്, ഏതൊക്കെ ലെയേഴ്സിൽ കൂടെയാണ് അത് കടന്നു പോകുന്നത്, എന്തൊക്കെ നെറ്റ്വർക്കിംഗ് പാർട്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കോറായിട്ടുള്ള ഒരു 3 കമ്പോണൻസാണ് ബേസിക്കലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒരു വ്യക്തി ഡെവോപ്സിൽ. സോ ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ഡെവോപ്സ് ഒരു ഫ്രഷർ ജോബ് ആണോ എന്ന് എന്നോട് ചോദിച്ചാൽ ടു ബി ഓണസ്റ്റ് ഞാൻ പറയും അല്ല എന്ന് പറഞ്ഞത്. ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഇത്രയും പഠിച്ചൊരു 1 or 2 years എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന പല കമ്പനീസും ഉണ്ട്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുമ്പോഴും ഡയറക്റ്റ്ലി ഒരിക്കലും അവർ ടൂൾസ് ആയിരിക്കത്തില്ല ഡയറക്റ്റ്ലി പഠിക്കുന്നത്. കോറായിട്ടുള്ള IT-ൽ വരുന്ന കുറേ കമ്പോണൻസുകളായിരിക്കും പഠിക്കുന്നത്. വൺസ് ഇത് നിങ്ങൾ പഠിച്ച് നിങ്ങളിതിൻ്റെ ടൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ദെൻ യു വിൽ കം ഇൻ ടു ആക്ച്വലി ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആ ഒരു ഫീൽഡിലേക്ക് എത്തും. സോ ഇതാണ് എൻ്റെ ഒരു ജേർണിയിൽ എനിക്ക് മനസ്സിലായ ഡെവോപ്സിന് വേണ്ട ഒരു 3 ബേസിക് സ്കിൽസാണ്. അപ്പം ടൂൾസ് വേണ്ടെന്നല്ല, യെസ് ടൂൾസ് വേണ്ടെന്നല്ല ഒരിക്കലും ഞാൻ പറയുന്നത്, ടൂൾസ് ഈസ് എ സെക്കൻഡ് തിങ്. സോ ഫസ്റ്റ് ഇൻ മൈ ഒപ്പീനിയൻ ലിനക്സ്, നെറ്റ്വർക്കിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് മസ്റ്റ് ആണ്. ബിക്കോസ് ഓട്ടോമേഷൻ നിങ്ങൾ ചെയ്യണമെങ്കിൽ യു ഷുഡ് നോ പ്രോഗ്രാമിംഗ്. അതിപ്പോൾ ഏത് ലാംഗ്വേജ് വേണം, പൈത്തൺ, ജാവ, ഗോ, എനിത്തിങ്, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. വൺസ് യു ഹാവ് ഈ പറഞ്ഞ ഒരു സ്കില്ലായി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയി കഴിഞ്ഞാൽ
ദെൻ അതർ ലാംഗ്വേജസ് നിങ്ങൾക്ക് ഫാസ്റ്റ്ലി പിക്കപ്പ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഒരു ഫ്രഷർ എത്തുമ്പോഴത് ഒരു ഡെവോസ് പ്ലാറ്റ്ഫോമൊക്കെ എത്തുമ്പോഴത്തേക്കുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഫ്രഷേഴ്സിന് മാത്രമല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു സജന പറഞ്ഞതും കിട്ടു പറഞ്ഞതും ഈവൻ മറ്റ് സ്ട്രീംസിൽ നിന്ന് ഡെവോപ്സിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ള ക്വസ്റ്റിൻ്റെ കൂടെ ആൻസർ ആണെന്ന് തോന്നുന്നു അല്ലേ? യെസ്. മറ്റൊരു സ്ട്രീമിൽ നിന്ന് ഡെവോപ്സിലേക്ക് വരുമ്പോൾ അവർ ഓൾറെഡി IT ഇൻഡസ്ട്രി അറിയാവുന്ന വ്യക്തികളായിരിക്കും. ഇപ്പോൾ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിയിട്ടും ടെസ്റ്റിംഗിൽ നിന്ന് ഒരു വ്യക്തി ഡെവോപ്സിലേക്ക് വരാനായാലും അവർക്ക് ഓൾറെഡി IT ഇൻഡസ്ട്രീസും അവരുടെ സ്ട്രക്ചേഴ്സും എന്താണ് അവിടെ നടക്കുന്നത്. ഇപ്പം ഇവരുടെ സംസാരിച്ച കണക്കുള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഓപ്പറേഷൻസിലേക്ക് എത്തുന്നത് വരെയുള്ള ഇതിനിടയ്ക്കുള്ള ഒരു പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സ് അവർക്കറിയാം. സോ അപ്പം അവർക്ക് തിങ്ക് ചെയ്യാൻ പറ്റും എന്താണ് ആക്ച്വലി ഒരു ഡെവോപ്സ് എഞ്ചിനീയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യുന്നത്. സോ അവർക്ക് കൂടെ എളുപ്പമായിരിക്കും. അവർക്ക് ഇപ്പം ഞാൻ ഒരിക്കലും ഡെവോപ്സിലേക്ക് വരുന്ന ആ ഒരു വ്യക്തിക്ക് ഇന്നത് കാണാം അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിന്നുള്ളൊരു വ്യക്തി മാത്രമേ ഡെവോപ്സിലേക്ക് എത്താമെന്ന് ഞാൻ കാണുന്നില്ല. ഏതൊരു വ്യക്തിക്കും എത്താം. ബട്ട് ബേസിക്കായിട്ട് നമുക്ക് വേണ്ട കുറച്ച് IT നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വരുന്ന ബേസിക് കൺസെപ്റ്റും സ്ട്രക്ചേഴ്സും ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡെവോപ്സിലെത്താം. പിന്നൊന്ന് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ലേൺ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം. കാര്യം ഡേ ടു ഡേ നിങ്ങളുടെ ടൂൾസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈവൻ നിങ്ങൾ ഇന്ന് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ദേ മേ ബി യൂസിങ് ക്യുബർനെറ്റീസ്, അത് നിങ്ങൾ മറ്റൊരു കമ്പനിയിൽ ചെല്ലുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം വ്യത്യാസമായിരിക്കും. അവിടെ വേറെ ടൂൾസുകൾ പഠിക്കേണ്ടി വരും. അപ്പം ഡെയിലി അല്ലെങ്കിൽ ആ ഒരു ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പാഷനും കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ. ഇത്രയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അതിലൊരു അഡീഷണൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ടൂൾസ് പലതും മാറി വരുമായിരിക്കാം, ബട്ട് കോൺസെപ്റ്റ്സ് ഓൾമോസ്റ്റ് ഒക്കെ സെയിം ആകും. അതൊരു ശരിയായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. യെസ്, കോർ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോർ. ഇപ്പം ലിനക്സ് ഇല്ലാതെ നിങ്ങളിപ്പം OS ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മേളിലാണ് നിങ്ങൾ ഈ ടൂൾസ് ബിൽഡ് ചെയ്യുന്ന, പ്രോഗ്രാമിംഗ് എല്ലാം ചെയ്യുന്നത്. സോ ഈ 3 നെറ്റ്വർക്കിംഗ് എൻ്റെ കൺസെപ്റ്റ് 3 നെറ്റ്വർക്കിംഗ്, ലിനക്സ് ആൻഡ് ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് സ്കിൽസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ടൂൾസ് നാളെ പുതിയ ടൂൾസുകൾ വരും. നിങ്ങൾക്ക് അപ്പോൾ അത് പഠിക്കാൻ പറ്റും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അത് ആ ഒരു കണ്ടിന്യൂസ് ലേണിംഗും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ നോക്കുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് എനിക്ക് കിട്ടും പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ പഠിക്കണം, എവിടുന്ന് പഠിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ? എവിടെ നോക്കിയാലും ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഒപ്പം ഒരു ചോദ്യമാണ് സർട്ടിഫിക്കേഷൻസിനെ പറ്റിയിട്ടല്ല. സർട്ടിഫിക്കേഷൻസ് ശരിക്കും പഠിക്കാനാണോ അല്ലെങ്കിൽ കരിയർ അപ്സ്കില്ലിങ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് റെസ്യൂമേലിട്ട് പ്രസൻറ്റ് ചെയ്യാനാണോ? ഇങ്ങനെയൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേസമയം ഇപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. പല വെൻഡേഴ്സും അവരെ കൂടെ പ്രൊമോട്ട് ചെയ്യാനുള്ള അർത്ഥത്തിലാണ് സർട്ടിഫിക്കേഷൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു എവിടുന്ന് പഠിക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യനും സർട്ടിഫിക്കേഷൻസ്, ഇത് രണ്ടും എങ്ങനെയാണ് നമുക്കൊന്ന് നമ്മുടെ ഒരു ബെനിഫിറ്റ് യൂസ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ പറഞ്ഞതിന് തന്നെ പറയാം. ഈ പറഞ്ഞ പോലെ OS റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സർട്ടിഫിക്കേഷൻ ഏറ്റവും പോപ്പുലറായത് ഇപ്പോൾ അല്ല എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് റെഡ് ഹാറ്റിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഇപ്പോൾ പുതുതായിട്ട് പോപ്പ് ചെയ്തിരിക്കുകയാണ്. സർട്ടിഫിക്കേഷൻ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ പ്രൂവ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് സർട്ടിഫിക്കേഷനിൽ തന്നെ 2 ടൈപ്പ് വരുന്നത്. ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കുന്നത്, അതായത് നിങ്ങൾ ലാബ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് വെരിഫൈ ചെയ്ത് പാസ്സാവുന്ന എക്സാംസ് ഉണ്ട്. മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കൂടുതലും ക്ലൗഡ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസിനാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് എക്സാംസ് എന്ന് പറയുമ്പോൾ ലിനക്സിൻ്റെ സർട്ടിഫിക്കേഷൻ എക്സാംസ്, റെഡ് ഹാറ്റിൻ്റെ എക്സാംസ് അല്ലെങ്കിൽ ക്യുബർനെറ്റീസിൻ്റെ എക്സാംസ്. അപ്പോൾ ഈ 2 സർട്ടിഫിക്കേഷൻ 2 വാല്യൂസാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ. നിങ്ങളൊരു എക്സാം സർട്ടിഫിക്കേഷൻ ചെയ്ത് ലാബ് ചെയ്ത് പാസ്സാവുന്ന എക്സാം എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ടർ നിങ്ങളുടെ മുമ്പിലിരിക്കും. നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ലൈവ് സിനാരിയോസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. സോ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടെക്നോളജി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ CK ആണെങ്കിൽ മിനിമം ഒരു ഇത് പറയുന്നത് 1 or 2 years ക്യുബർനെറ്റീസിൽ വർക്ക് ചെയ്തവർ എഴുതണം എന്നാണ് പറയുന്നത്. CKS ആണെങ്കിൽ CKA വേണം, അതേപോലെ 3 വർഷം നിങ്ങളത് എക്സ്പീരിയൻസ് വേണം, എങ്കിൽ മാത്രമേ എക്സാം വേണം. അത് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ പ്രാക്ടിക്കൽ നോളേജ് വേണം എന്നുള്ളതുകൊണ്ടാണ്. ക്ലൗഡിലാണെങ്കിൽ പോലും ഈ പറയുന്ന 1 year 2 year എക്സ്പീരിയൻസ് വേണം. ഞാൻ കാണുന്ന ഒരു ഇതെന്ന് പറയുന്നത് എല്ലാവരും തന്നെ ക്ലൗഡ് പ്രാക്ടീഷണർ സർട്ടിഫിക്കേഷൻ എടുക്കും, അതേപോലെ അസോസിയേറ്റ് സർട്ടിഫിക്കേഷൻസ് എടുക്കും. കൂടുതലും അത് CV ഫുൾ ചെയ്യാനാണ് വയ്ക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സർട്ടിഫിക്കേഷൻ അതുകൊണ്ട് വാല്യൂ ഇല്ല. ഒരു ഫ്രഷർ ഇത്രയും സർട്ടിഫിക്കേഷൻ എടുത്ത് വരുമ്പോൾ ഒന്ന് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ്റെ കോസ്റ്റാണ്. ഒരു AWSൻ്റെ ഒരു മിനിമം സർട്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് $100. എല്ലാത്തിലും ഏകദേശം ആ സെയിം റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. ക്യുബർനെറ്റീസ് ആണെങ്കിൽ $300. ഒരു സ്റ്റുഡൻറ്റിന് അത് അഫോർഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതേസമയം നിങ്ങൾ ഒരു കമ്പനിയിൽ കയറുകയാണ്, കമ്പനിക്ക് റിക്വയർമെൻറ്റ് ഉണ്ടാവും.
നിങ്ങൾ സർട്ടിഫൈഡ് ആവണം. ഞാൻ പറഞ്ഞ പോലെ ഈ പ്രാക്ടിക്കൽ എക്സാം അത് പ്രൂവ് ചെയ്യണം നമ്മൾ, ഈ ലാബ് എക്സാം. സോ ആ എക്സാം കോസ്റ്റ് കമ്പനി വഹിക്കും. അതുകൊണ്ട് നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ സർട്ടിഫിക്കേഷൻ്റെ പിന്നാലെ പോകുന്നതിലും നല്ലത് ലേൺ ചെയ്യുക. സർട്ടിഫിക്കേഷൻ എന്നുള്ളത് വേണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ സ്റ്റാർട്ട് ചെയ്തൊരു ട്രെയിനറായിട്ടായിരുന്നു, ട്രെയിനറായിരുന്നു. സോ എനിക്ക് അത് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. ഓക്കെ, നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 2 ടൈപ്പ് എംപ്ലോയീസ് കാണും. ഒന്നെന്ന് പറയുന്നത് അവർക്ക് ലൈസൻസ് മാൻഡേറ്ററി ആയിരിക്കും. ലൈസൻസ് ഉണ്ടെങ്കിലേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അയാൾക്ക് ശരി ലൈസൻസിൽ എത്ര പേർക്ക് വണ്ടി ഓടിക്കാൻ അറിയുന്നുള്ളൊരു ചോദ്യം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ലൈസൻസ് മാൻഡേറ്ററി ആണ്, വണ്ടി ഓടിക്കുക എന്നുള്ളത് സെക്കൻഡ് പ്രയോറിറ്റിയാണ്. രണ്ടാമത്തെ എംപ്ലോയി എന്ന് പറയുന്നത് വണ്ടി ഓടിയാൽ മതി, ഇവിടുന്ന് ഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ അത് ഡെലിവറി ചെയ്യുന്ന വണ്ടി ഓടിച്ചാൽ മതി, ലൈസൻസ് ആൾ നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് രണ്ട് ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ചില കമ്പനികൾ പറയും സർട്ടിഫിക്കേഷൻ ഉള്ളവർ, അപ്പോൾ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. സോ നിങ്ങൾ സർട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ആ നോളേജ് ഉണ്ടെങ്കിൽ കമ്പനികൾ അക്സെപ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റണം ഇൻ്റർവ്യൂവിൽ. അല്ലാതെ കുറേ സർട്ടിഫിക്കേഷൻ എടുത്തിട്ട് ചെല്ലുമ്പോൾ കമ്പനിക്ക് ഒബ്വിയസ്ലി തോന്നും എന്തിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്. നമ്മൾ ഇൻ്റർവ്യൂ പാനലിരിക്കുമ്പോൾ പലരും ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻ ഒരുപാടുണ്ട്. അത് AWS, GCP എല്ലാ ക്ലൗഡിലും കാണാം. സർട്ടിഫിക്കേഷൻ ബാധ്യതയായിട്ട് മാറും എന്ന് പറയുന്നത് കോസ്റ്റ് കൊടുത്തിട്ടാണ് എഴുതുന്നത്. ഫ്രീ കോസ്റ്റ് എഴുതുന്ന സർട്ടിഫിക്കേഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു ഓവർ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യലാണ്. കാരണം അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, കാരണം അവർക്ക് അത് അറിയെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കും. അപ്പോൾ അറിയില്ലെന്ന് പറയും. അപ്പോൾ അത് അതിൻ്റെ ആവശ്യമില്ല. അതേസമയം നിങ്ങൾക്ക് ആ ഒരു ടെക്നോളജി ഇപ്പോൾ നേരത്തെ ചോദിച്ചത് തന്നെ ഉണ്ടായിരുന്നു, എങ്ങനെ പഠിക്കുക എന്നുള്ളത്. പണ്ടത്തെ ഒരു സിറ്റുവേഷൻ അല്ല, എല്ലാവർക്കും യൂട്യൂബ് ചാനലുകളുടെ ഇപ്പോൾ ആര് തുടങ്ങിയാലും ഉടനെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് അതിൽ ഞാൻ ഇങ്ങനെ ചെയ്തു. സോ റിസോഴ്സ് അവൈലബിൾ ആണ്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം, നിങ്ങൾ ഒരു വീഡിയോ കണ്ടു പഠിക്കുന്നതിനേക്കാളും നല്ലത് അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഫോളോ ചെയ്യുന്നതാണ്. കാരണം അത് ഉണ്ടാക്കിയവർക്കല്ലേ കുറച്ചും കൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ക്യൂറിക്സിൻ്റെ കാര്യത്തിൽ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ചോദിച്ചാൽ ഞാൻ മുൻഷാദിൻ്റെ കോഴ്സാണ് പറയുക. കാരണം പുള്ളി അത് വളരെ നന്നായിട്ട് വളരെ എന്താ പറയുക ഒരു ലേമൺ ടൈമിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസ് അവൈലബിൾ ആണ്. ഒരു 500 rupees ഒക്കെയാണ് യൂട്യൂബിൽ കോഴ്സ് വരുന്നത്. ഇപ്പോൾ കോഡ്കോഡിന് പർച്ചേസ് 1 year പർച്ചേസ്, സോ അത് കോസ്റ്റ്ലി ആയിരിക്കും. അതേസമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലേണിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ഡോക്യുമെൻ്റ് മതി. ബുക്കുകൾ അവൈലബിൾ ആണ്. ഇനി വീഡിയോ ട്യൂട്ടോറിയൽ അതെങ്ങനെ ചെയ്യുന്നത് കാണണമെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ലാംഗ്വേജ് റീജിയണൽ ലാംഗ്വേജിൽ കൂടുതൽ വീഡിയോസ് വരുന്നില്ല. നമ്മുടെ ഡെവോസ്മെൻ്റ് കമ്മ്യൂണിറ്റിയുടെ യൂട്യൂബ് ചാനലിലും ഉണ്ട് റെക്കോർഡിങ്സ്. പിന്നെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ സീനിയേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല കാര്യം. നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ആകുമ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയാണ് ബെസ്റ്റ് ഓപ്ഷൻ. സോ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം അവിടെ സീനിയേഴ്സിനെ, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ മെയിൻ അഡ്വാൻറ്റേജ് അതാണ്. നിങ്ങൾക്ക് ഏത് ലെവലിലുള്ള എൻജിനീയേഴ്സ്, ചിലപ്പോൾ ഞാൻ നെറ്റ്വർക്ക് എങ്ങനെയായിരിക്കും, പുള്ളി ക്ലൗഡായിരിക്കും. സോ നിങ്ങൾക്ക് ആ 2 റിസോഴ്സും കിട്ടുകയാണ്. ഓക്കെ, പക്ഷേ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് ആ ക്വസ്റ്റിനെ പറ്റി സ്റ്റഡി ചെയ്തിരിക്കണം. കാരണം എൻ്റെ അടുത്തൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 5 ചോദ്യം അങ്ങോട്ട് ചോദിക്കും. അതിന് മറുപടി ഇല്ലാതെ വരുന്നെങ്കിൽ അതിന് കാര്യമില്ല. സോ വേസ്റ്റ് ഓഫ് ഇതാണ് ആ ട്രബിൾ ഷൂട്ടിങ്, ആ ഇത് മാറിപ്പോകും. സോ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ജോബാണ്. പക്ഷേ ജോലി കിട്ടിയതിന് ശേഷം മാത്രം നോക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ലൈസൻസ് എടുക്കാം, രണ്ടും നല്ലതായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി ഉള്ളത്, നമ്മൾ ഈ സെൽഫ് ലേണിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആയിരിക്കണം അല്ലേ? മാക്സിമം റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്ത്. ഒരു കാര്യം കിട്ടുന്നത് എനിക്ക് അഡീഷണലി നേരത്തെ പറഞ്ഞ ലിങ്ക് ചെയ്ത് ചോദിക്കാനുള്ളത്, ഈ പല ടൂൾസൊക്കെ കേൾക്കുന്ന പോലെ തന്നെ പല കോൺസെപ്റ്റ്സും ഒരുപാടെണ്ണമുണ്ട്. ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞാൽ DevSecOps എഞ്ചിനീയറാണ്. അതുപോലെ ഇപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ടേംസ് നമുക്ക് ഒരുപാട് കേൾക്കുന്നുണ്ട്. AI ഓപ്സ് ഉണ്ട്, LLM ഓപ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പ്ലാറ്റ്ഫോം എഞ്ചിനീയറിംഗ് ഉണ്ട്, SRE ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ട്രീംസ് വിത്തിൻ ഡെവോപ്സിൽ തന്നെ ഉള്ളപ്പോൾ നമ്മൾ ഒരു ഏർലി സ്പെഷ്യലൈസേഷൻ ആണോ നമ്മളിതൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ എപ്പോഴായിരിക്കും അങ്ങനെ ഒരു ഏതെങ്കിലും ഒന്നിലേക്ക് പോകുന്നതിന് ഹെൽപ്ഫുൾ ആവുന്നത്? ഇപ്പോൾ DevSecOpsലേക്ക് വന്ന എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ റിലേറ്റബിൾ ആവുമെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, ഡെവോപ്സിൻ്റെ കേസ് ഇപ്പം എബിൻ ആദ്യം സംസാരിച്ച കണക്ക് പ്രാക്ടീസാണ്. ഇപ്പം സഞ്ജന സംസാരിച്ച കണക്ക് ഇവർ സ്റ്റാർട്ടിങ്ങിൽ ഫേസ് ചെയ്ത ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നൊരു പ്രാക്ടീസാണ് ഡെവോപ്സിലേക്ക് വരുന്നത്. പിന്നെ അതിനുശേഷം ഡെവോപ്സ് എന്ന് പറയുന്നത് പല 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 ഏരിയകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഈ ആധിപത്യം കുറച്ചും കൂടെ നമ്മുടെ IT ഇൻഡസ്ട്രിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ അത് പല പേരിലേക്ക് അറിയപ്പെടാൻ തുടങ്ങിയെന്നാണ്. ഇപ്പം ബേസിക്കലി എല്ലാം ഓപ്പറേഷൻസിൽ എത്തിക്കുക എന്നുള്ളതാണ്, പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ
ആസ് എ പറഞ്ഞ നമുക്കൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ. അപ്പം അതിൽ പറയുന്ന പല ടീംസുകൾ വരുമ്പോഴും അതിനകത്ത് വരുന്ന പല പ്രാക്ടീസുകളിൽ വ്യത്യാസം വരുന്നതാണ്. ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് എക്സാമ്പിൾ എടുക്കാവുന്ന ഗിറ്റ് ഓപ്സ്, ML ഓപ്സ്, അല്ലെങ്കിൽ ഓപ്സ്, ഫിൻ ഓപ്സ്. അപ്പം ഇതെല്ലാം ഇതിൻ്റെ ഒരു സ്ട്രീം എന്ന് തന്നെ പറയാൻ പറ്റും. കാര്യം സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. അതിനുശേഷം വരുന്ന ഓരോ ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്ത് വരുന്ന ഒരു ചെറിയ 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 സ്ട്രീം ഓഫ് ഇതിൻ്റെ ഒരു ബ്രാഞ്ച് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിന് മുമ്പ് അറ്റൻഡ് ചെയ്ത സെഷനിൽ ക്യാഷ് എഞ്ചിനീയറിങ്ങിൻ്റെ ആയിരുന്നു തീം. സോ ക്യാഷ് എഞ്ചിനീയറിങ്ങും പുള്ളിക്കാരൻ പറഞ്ഞതൊക്കെ ഡെവോപ്സ് പുള്ളിക്കാരൻ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത്. ഡെവോപ്സ് എന്ന് പറഞ്ഞൊരു ഫാമിലിയായി മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പം ജസ്റ്റ് ഒരു ഡെവോപ്സ് അല്ല, ഡെവോപ്സിൽ തന്നെ പല ചെയിൻ ഓഫ് ഈ പറയുന്ന കണക്ക് ഡൊമൈൻസ് ആയിക്കഴിഞ്ഞു. അപ്പം അതിൽ പലതുമുണ്ട്. ഇപ്പം ഗിറ്റോപ്സ് എടുത്തു കഴിഞ്ഞാൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗിറ്റ് ആസ് എ സോഴ്സ് എന്നൊക്കെ പറയും. ഗിറ്റ് ആസ് എ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കും. അത് നമ്മുടെ കോഡൊക്കെ ഈ പല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടിടുന്നതിന് പകരം ഗിറ്റ് ഒരു മെയിൻ സോഴ്സ് ആസ് യൂസ് ചെയ്തിട്ട് അത് ഓപ്പറേഷൻസിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫ്ലോ എന്ന് പറയാം. അപ്പം അങ്ങനെ ഉള്ള പല ബ്രാഞ്ചസ് അല്ലെങ്കിൽ സ്ട്രീംസാണ് ഈ പറയുന്ന ഇത്. ഞാൻ ഡെവോപ്സിലേക്ക് എങ്ങനെയാണെന്ന് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് യാദൃശ്ചികമായിട്ടാണ് വന്നത്. ഞാൻ ഡെവ്സെക്കോപ്സ് സെലക്ട് ചെയ്ത് വന്നൊരു വ്യക്തിയല്ല. ഞാൻ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ബാംഗ്ലൂർ ഓപ്പർച്യൂണിറ്റി കിട്ടി. ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഡെസിഗ്നേഷൻ ഡെവ്സെക്കോപ്സ് എഞ്ചിനീയർ എന്നായിരുന്നു. അന്ന് ഞാൻ വർക്ക് ചെയ്ത കമ്പനി A+E നെറ്റ്വർക്ക്സ് എന്ന് പറയും, ഒരു US മീഡിയ കമ്പനിയാണ്. അവർക്ക് ഡെവോപ്സ് ഇല്ല, അവർക്ക് ആക്ച്വലി ഡെവ്സെക്കോപ്സ് ആണ് ഉള്ളത്. അന്ന് അവിടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം ഡെവ്സെക്കോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓപ്പറേഷൻസിൻ്റെ കൂടെ തന്നെ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻസ് കൂടെ നമ്മുടെ പ്രാക്ടീസായിട്ട് വരും. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഫ്രം ബിഗിനിങ്, അതായത് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് തൊട്ട് ഓപ്പറേഷൻസിൽ എത്തുന്നവിടം വരെയുള്ള കംപ്ലീറ്റ് സെക്യൂരിറ്റീസും ഞങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഈവൻ കണ്ടെയ്നർ ആയാലും ഒരു ഇമേജ് ബിൽഡ് ചെയ്യാൻ, ഒരു OS സെലക്ട് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ ലൈബ്രറീസ്, അതിൻ്റെ പാക്കേജസ്, അതിൻ്റെ CV എല്ലാം ഞങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ടു പ്രൊഡക്ഷൻസ് വരെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള പല സ്ട്രീമുകളായിട്ടാണ് ആക്ച്വലി ഡെവോപ്സിന് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പല ഇതിലേക്ക്. അപ്പം ഞാൻ എത്തിയത് യാദൃശ്ചികമായിട്ടാണ്. അത് പ്രത്യേകം ഞാൻ സെലക്ട് ചെയ്ത് എത്തിയ ഒരു വ്യക്തിയല്ല. ബട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളുടെ പഠിച്ചു തുടങ്ങുന്ന ഫ്ലോയ്ക്ക് അനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തുടങ്ങുന്ന വെച്ചാൽ, ഫോർ എക്സാമ്പിൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിന്, പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടം AI ആണ്. പുള്ളിക്കാരന് AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സോ ചിലപ്പോൾ മേ ബി നാളെ പുള്ളി വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ AI ഓപ്സിലേക്കായിരിക്കും പുള്ളിക്കാരൻ ചോദിച്ചത്. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ദെൻ യു വിൽ ഗെറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ സം ഫീൽഡ്. അപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യുക, മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, സജിനോട് AI എക്സ്പേർട്ട് കൂടെ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും കേൾക്കുന്ന AI-നെ പറ്റിയിട്ടാണ്. ജെൻ AI എല്ലാ സ്ട്രീംസിലും കേൾക്കും. ഡെവോപ്സിൽ ഇപ്പോൾ AI-യുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിൻ്റെ യൂസ് കേസസ് ഒക്കെ പറയാറായിട്ടുണ്ടോ? വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് AI? AI-യുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 പോയിന്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് AI എന്താണ്, എങ്ങനെയാണ് ഡെവോപ്സിൽ. രണ്ടാമത്തത് AI ഒരു ത്രെട്ടാണോ നമുക്ക്, അതായത് AI ക്യാൻ റീപ്ലേസ് ഹ്യൂമൻസ്, അതാണല്ലോ അടുത്ത. അപ്പോൾ ആ 2 പോയിന്റ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് പോയിന്റ് പറയാം. അത് ഞാൻ വിചാരിച്ചത് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിട്ട് ഫസ്റ്റ് പോയിന്റിലേക്ക് ആവാം. പക്ഷേ അന്നേരം പിന്നെ ഞാൻ കുറച്ചുകൂടി കൂടുതൽ പറയേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ പോലും AI എങ്ങനെ ഡെവോപ്സിലാകും. അപ്പോൾ ഈ ഡെവോപ്സ് എന്ന് പറയുന്നത് ഇത്രയും നേരം കൊണ്ട് മനസ്സിലായി കാണും, ഡെവലപ്പർ പ്ലസ് ഓപ്പറേഷൻസ്, അതാണല്ലോ. അതിൽ ഈ ഡെവലപ്പറിനെ അങ്ങ് കട്ട് ചെയ്തിട്ട് അവിടെ ഇപ്പോൾ AI വന്നിട്ട് AOps ആയി. പക്ഷെ അതിൻ്റെ അർത്ഥം ഡെവലപ്പർ ഇല്ല എന്നല്ല. അപ്പോൾ AI എവിടെയൊക്കെ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പറിന് തലവേദനയാകുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് ടെസ്റ്റ് ഡേറ്റ ജനറേഷൻ, അതൊരു ടെസ്റ്ററിന്റെ ജോലിയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഓട്ടോമേഷൻ ടെസ്റ്ററാണ്. സോ ഓട്ടോമേഷൻ ടെസ്റ്ററിൻ്റെ അടുത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന്? ആരുമില്ല. ഓക്കെ, ബട്ട് ഓട്ടോമേഷൻ ടെസ്റ്ററിൻ്റെ അടുത്തോ ഒരു പെർഫോമൻസ് ടെസ്റ്ററിൻ്റെ അടുത്തോ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഡേറ്റ ജനറേഷനാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു കാര്യം പറയാം. നേരത്തെ ഞാൻ എയർലൈൻസിലായിരുന്നു, ഇപ്പം ഞാനൊരു OLM കമ്പനിയാണ്, ബോയിങ്. അപ്പം എയർലൈൻസ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ എയർലൈനേ ഉള്ളൂ. OLM ആകുമ്പോൾ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിങ്, അതായത് നമ്മളാണ് ഇവർക്കെല്ലാം എക്യുപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു N നമ്പർ ഓഫ് എയർലൈൻസ് കാണും. അപ്പം നമ്മളുടെ ടെസ്റ്റ് ഡേറ്റ അത്രയും ഹ്യൂജ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടെസ്റ്റ് ഡേറ്റ ജനറേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹിമാലയൻ ടാസ്ക്. അപ്പോൾ അതിന് നമുക്ക് AI ഉപയോഗിക്കാം. കാരണം ഇറ്റ്സ് എ റെപ്പിറ്റേറ്റീവ് ടാസ്ക് ആൻഡ് വി ക്യാൻ റൈറ്റ് സം സ്ക്രിപ്റ്റ് ആൻഡ് നമുക്ക് ജെൻ AI-യുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻ AI-ക്ക് ചിലപ്പോൾ നമ്മൾ 3 ദിവസം എടുക്കുന്നത് അതിന് 30 മിനിറ്റ് മതിയായിരിക്കും.
സോ അത്രയും ഒരു ടൈം കൺസംഷൻ കുറയും, എഫക്റ്റീവാണ്. കാരണം ടെസ്റ്റ് ഡേറ്റയിൽ കൂടുതൽ കോംപ്ലക്സ് ലോജിക് ഒന്നും വേണ്ട. ഇറ്റ്സ് ലൈക്ക് എ പാറ്റേൺ റിപ്പീറ്റേഷൻ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് സ്നിപ്പറ്റ് AI കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഹ്യൂജ് കോഡ് അല്ല, അത് ഞാൻ സെക്കൻഡ് പോയിന്റ് പറയാം. ഇറ്റ്സ് ലൈക്ക് നമുക്ക് ആ ഒരു സിനാരിയോ കഴിയുന്നതിന് ശേഷം, അത് ഈ മൂന്നാമത്തെ പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ പോയിന്റ് മനസ്സിലാവും. ആ ഒരു സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൗണ്ടറാക്ട് ചെയ്യാം എന്ന് AI അടുത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഫോളോസ് ദാറ്റ് പാറ്റേൺ. ജെൻ AI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, അതിന് കുറച്ച് തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട് ബേസ്ഡ് അപ്പോൺ ദി പാറ്റേൺസ്. അപ്പോൾ അത് വെച്ചിട്ടാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോഡ് സ്നിപ്പറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഇതിനകത്ത് GitHub Copilot-നെ പറ്റി എത്ര പേർക്ക് അറിയാം? ഓക്കെ, ഗുഡ്. ദെൻ യു നോ കോഡ് സ്നിപ്പറ്റ് ജനറേഷൻ, റൈറ്റ്? GitHub Copilot വെച്ചിട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇൻസിഡൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് മോണിറ്ററിംഗ്. അപ്പോൾ ഇൻസിഡൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് മോണിറ്ററിംഗിൽ ഇപ്പം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ എത്ര പേര് സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ഓക്കെ. എന്താ ഏറ്റവും tedious ടാസ്ക് ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ? അതിനെ റിസോൾവ് ചെയ്യുന്നത് പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും കസ്റ്റമറിൻ്റെ അടുത്ത്, RCA, റൂട്ട് കോസ് അനാലിസിസ്. അതാണ് ഏറ്റവും tedious ടാസ്ക്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡംപ് എടുക്കും, ലോഗ് എടുത്ത് ഏതൊട്ട് വായിച്ചു തുടങ്ങും. എവിടെയാണ് എറർ വന്നത്, എവിടെയാണ് സ്റ്റാക്ടറൈസ് വന്നത്, എവിടെയാണ് അതിൻ്റെ റൂട്ട് കോസ് എന്താണ്, അങ്ങനെ പിടിച്ച് പോകും. ഇപ്പം അത് കുറേ സംഭവങ്ങളുണ്ട്, അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം. ടൂൾസിനെ പറ്റി നമുക്ക് പിന്നെ പറയാം. അപ്പം നമ്മുടെ വൺ പെയിൻ എന്ന് പറയുന്ന റൂട്ട് കോസ് അനാലിസിസ് കണ്ടുപിടിക്കുന്ന ഒരു AI ടൂളാണ്. ഓക്കെ. ഇപ്പൊ ആ ഒരു റൂട്ട് കോസ് അനാലിസിസ് ആണ്, അതിനും ഒരു ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷെ നമുക്ക് AI-നെ പറ്റി നമ്മളിതിനെ ട്രെയിൻ ചെയ്യുക. അപ്പം ട്രെയിൻ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ബട്ട് ഓഫ് കോഴ്സ് നമ്മൾ കുട്ടികൾ വളർത്തുന്ന പോലെയാണ്. ഒരു 10, 20, 22 കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ പറഞ്ഞാൽ ഒരു 22 വർഷം വരെ അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വരും. പക്ഷേ AI കുറച്ചുകൂടി സ്ട്രോങ് ആൻഡ് സ്മാർട്ടർ ആൻഡ് ഫാസ്റ്റർ ആണ്. നമ്മൾ കുറച്ച് ടൈം എടുക്കുക, അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അതിനെ ലോഗ് റീഡ് ചെയ്യാൻ പഠിപ്പിക്കുക. അപ്പോൾ അത് തന്നെ ലോഗ് റീഡ് ചെയ്ത് അതിന് ഈ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് കോഡ് സ്നിപ്പറ്റ്, അതിനെ നമുക്ക് കൗണ്ടറാക്ട് ചെയ്യാം. അതിനെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ ഇപ്പോൾ എങ്ങനെയാണെന്ന് സപ്പോർട്ടിലിരിക്കുന്നത്, ബിക്കോസ് സപ്പോർട്ടിൽ ഇപ്പം ഇല്ല. L1 സപ്പോർട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് 11 സപ്പോർട്ടിലിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് അതിനെ കൗണ്ടറാക്ട് ചെയ്യാറുള്ളത്? ചിലപ്പോൾ ഒരു ഷെഡ്യൂളർ കാണും, അത് ചെയ്തിട്ട് ഒരു ട്രിഗർ ഇട്ടിട്ട് അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ ഒരു കോഡ് സ്നിപ്പറ്റ് റൺ ചെയ്യും. സെയിം ജോബ് L1 സപ്പോർട്ട് AI ക്യാൻ ഡു. അപ്പോൾ അതൊരു ഇതാണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്ററിംഗ്. ലാസ്റ്റ് ടൈം അറ്റൻഡഡ് ഗ്രഫാന. സോ ഗ്രഫാനയുടെ കേസസിലൊക്കെ അറിയാം. അപ്പം നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഗിൽ നിന്നുള്ള സംഭവങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ചിലപ്പോൾ ബെറ്റർ ആയിട്ട് ഗ്രഫാനയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ AI ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റുമായിരിക്കും. ഗ്രഫാനയിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ AI ഡാഷ്ബോർഡ്. അപ്പോൾ ഈ 3 കൺസെപ്റ്റാണ് AI ക്യാൻ ഇൻട്രൊഡ്യൂസ് ഇൻ AIOps. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ പോയിന്റ്, അങ്ങനെ ആകുമ്പോൾ ഡെവലപ്പറിനെ കട്ട് ചെയ്ത് മാറ്റുമോ, അല്ലെങ്കിൽ ഡെവോപ്സിലെ കരിയർ എൻഡ് ചെയ്യുമോ? അങ്ങനെ ഒരിക്കലും ഇല്ല. AI is like is an enabler or it's augment DevOps. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിനകത്ത് എത്ര പേര് ChatGPT ഉപയോഗിക്കുന്നുണ്ട്? വട്ടം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടുള്ള ആൻസർ അല്ലേ തിരിച്ചു കിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിലൊരു പോസ്റ്റോ അല്ലെങ്കിൽ ലിങ്ക്ഡിനിലൊരു പോസ്റ്റോ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റീഫ്രെയിം ചെയ്യും. അത് നമ്മൾ എന്ത് ചെയ്യും? കോപ്പി പേസ്റ്റ് ചെയ്ത് ChatGPT-യിൽ ഇടും. അത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, കറക്റ്റ് കോൺടാക്സിലുള്ളതെന്നുണ്ടെങ്കിൽ ChatGPT വേറെ കോൺടാക്സിലുള്ള ആൻസർ ആയിരിക്കും തരുന്നത്. എത്ര പേർക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ട്? എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ട്. ചിലപ്പോൾ അത് തിരിച്ച് നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ഇത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ബി കേപ്പബിൾ. സെയിം ബാക്ക് ടു മൈ സ്റ്റാർട്ടിങ് കരിയർ ഡേയ്സ്. അന്ന് ഗൂഗിൾ ഉണ്ടായിരുന്നു, അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്റർനെറ്റിൽ പോയി ചോദിക്കണം എന്നൊക്കെ. അന്ന് എനിക്ക് 22 years ആണ് ഏജ്. അപ്പം ഞാൻ പോയി ചോദിക്കും. പക്ഷേ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, അത് ഒരു 2 വർഷം കഴിഞ്ഞാൽ മനസ്സിലായത്. എങ്ങനെ ചോദിക്കണമെന്ന് അറിയണം, എന്നാലേ ഗൂഗിൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു തരും. സോ ഇറ്റ്സ് എൻ എനേബിളർ. സെയിം ലൈക്ക് AI. നമ്മൾക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയണം, എന്നാലേ അറിയാം. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് പ്ലാനിങ് വേണം. അത് എന്തുകൊണ്ടാണ് നമുക്കത് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂവി ബഫ്സ് എത്ര പേരുണ്ട്? Okay, there is a movie which is based on intelligence.
I forgot that name. Jessica Cameron's. Okay. Okay, we'll come to that. അതുപോലെ തന്നെ സാപ്പിയൻസ് ബുക്ക് റീഡ് ചെയ്ത എത്ര പേരുണ്ട്? സാപ്പിയൻസ്. ഓക്കെ, ഇതിനകത്ത് 2 കാര്യങ്ങളാണുള്ളത്. നമ്മളെ എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസ് ഹാവ് ദാറ്റ് എത്തിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് കപ്പാസിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നല്ലത് ഏതാ ചീത്ത ഏതാണ്. ശരിക്കും ചീത്ത ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ എന്നാലും അവർക്ക് അറിയാം, നമുക്ക് മനസ്സാക്ഷിയുണ്ട്. പക്ഷെ എഐക്ക് അതില്ല. അതിന് പ്ലാനിങ് ഉണ്ട്, പക്ഷെ എന്നാലും അതിലേക്ക് എത്തിക്സും ലോജിക്കൽ റീസണിങ്ങും ഇല്ല. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യാൻ അറിയണം, അതിനെ എങ്ങനെ സ്ട്രാറ്റജിക്കലി പ്ലാനിങ് ചെയ്യാൻ അറിയണം, അത് ജസ്റ്റ് ഇനേബിളർ ആണെന്ന് അറിയണം. അത്രേ ഉള്ളൂ. അപ്പൊ കുട്ടി ഒരിക്കലും ഭീഷണിയല്ല, കുട്ടിയെ നമ്മളെ ഫ്രണ്ട് ആക്കി മാറ്റുക, നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ നന്നാവുക അല്ലേ? അതെ അതെ. അത് ഉദാഹരണമായിട്ട് നമ്മളിപ്പം ഈ പറയുന്ന ഒരു കോൺഫറൻസിന് പോയാലും മെയിൻ ആയിട്ട് എന്താണ്, നമ്മളെ പ്രൊമോട്ട് ചെയ്യണം, നമ്മൾ നെറ്റ്വർക്ക് ചെയ്യണം, നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ എഐനെ എങ്ങനെ നമ്മൾക്ക് യൂസ്ഫുൾ ആക്കണമെന്നോ നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇറ്റ്സ് എ ടൂൾ. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളപ്പോൾ അതൊന്നും ചോദിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ചോദിച്ചാൽ ഞാൻ ഓഡിയൻസിലേക്ക് വിടാം. മേ ബി വിൽ ടേക്ക് 5 minutes എക്സ്ട്രാ, മേ ബി മാക്സിമം. കമ്മ്യൂണിറ്റി വർക്ക് ഇപ്പം വളരെ ആക്റ്റീവായിട്ട് കമ്മ്യൂണിറ്റി ലീഡറാണ്, മെമ്പർ കൂടി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി വർക്ക് നമ്മുടെ കരിയറിന് ഹെൽപ്ഫുൾ? എത്രത്തോളമാണ്? എക്സ്പേർട്സിന് മാത്രമാണോ കമ്മ്യൂണിറ്റി വർക്ക്? ഫ്രഷേഴ്സിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെവോപ്സിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലോക്ക്ഡൗൺ ടൈമിലായിരുന്നു ഞാൻ കൂടുതൽ ഡെവോപ്സ് ഒരു ഏരിയയിലേക്ക് വന്നത്. ആ സമയത്ത് ഞാൻ സ്ട്രഗിൾ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ലേണിംഗ് ടൈമിലായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നെങ്കിലും നമ്മളൊരു റിസോഴ്സ് പഠിക്കാൻ എടുക്കുമ്പോൾ വീഡിയോസ് മെയിൻലി യൂട്യൂബൊക്കെ നോക്കിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ എക്സ്പേർട്സ് ഇല്ല. കാരണം എൻ്റെ ഒരു റിമോട്ട് വില്ലേജാണ്. സോ അവിടെ IT അങ്ങനെ ഒരു ഏരിയ ആയിരുന്നില്ല. പിന്നെ ഡെവോപ്സിലേക്ക് വന്നപ്പോഴാണെങ്കിലും എനിക്ക് അങ്ങനെ IT ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കാനുള്ള എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റാത്തൊരു സ്റ്റേജ് എത്തുമ്പോഴും നമുക്കൊരു ഹെൽപ്പ് ചോദിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് നല്ലതാണ്. അതുപോലെ ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഹെൽപ്പ് ചെയ്യുക. അതായത് എനിക്ക് തോന്നുന്നു ടെറാഫോം ഒക്കെ വന്ന സമയത്ത് ഞാൻ ലിനക്സിൻ്റെ ഒരു ഏരിയയിലായിരുന്നുകൊണ്ട് അവനെൻ്റെ നീ ടെറാഫോം യൂസ് ചെയ്തിട്ടുണ്ടോ? സോ ടെറാഫോം ഒബിയസ്ലി നമ്മൾ ഫസ്റ്റ് ആ ടൈം കേൾക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ഇത് ഇതിൻ്റെ ജോബ് ഹെൽപ്പ് ചെയ്യും. ആ ടൈം അത്ര പോപ്പുലർ ആയിരുന്നില്ല ടെറാഫോം ഞാൻ പറയുന്ന സമയത്ത്. അങ്ങനെ നമുക്ക് ഓരോ ഇൻപുട്ട് കിട്ടും. ആ ഇൻപുട്ട് കിട്ടുന്നത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. സോ കമ്മ്യൂണിറ്റി വരുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു ഇൻപുട്ട് കൂടുതലായിട്ട് കിട്ടും. അത് നിങ്ങൾ വിചാരിക്കും ഫ്രഷേഴ്സിന് മാത്രമാണ് ഇത് കിട്ടുമെന്ന് വെച്ചാൽ അല്ല, ഒരിക്കലല്ല. ഇപ്പോൾ ഡെവോപ്സിൽ നമ്മൾ കഴിഞ്ഞ DM കോൾ നടത്തിയപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നത് ഞാൻ ചെയ്യുന്നത് തന്നെയാണോ ഡെവോപ്സ് എന്ന് ഡൗട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു നമുക്ക്. ആ ലോക്ക്ഡൗൺ ടൈമിൽ എല്ലാവരും വർക്ക് കോഴ്സ് മൊത്തം റിമോട്ടായിട്ട് മാറി, ഡിപ്ലോയ്മെൻറ്റ് ഫാസ്റ്റ് ആക്കണം അങ്ങനെയൊക്കെ വന്നപ്പോൾ എല്ലാവരും ഡെവോപ്സ് അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ അവർ കുറേ ടൂളുകൾ യൂസ് ചെയ്യുന്നു. ഈ ടൂള് കറക്റ്റ് ഡെവോപ്സ് ആണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്? കാരണം എൻ്റെ കമ്പനിയിൽ ഉപയോഗിക്കുന്ന ടൂളല്ല സജിനയുടെ കമ്പനിയിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹെൽപ്പ് വേണം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയാണ് ഒരുവിധപ്പെട്ട മേജർ. ഞാൻ കൂടുതലും ഓപ്പൺ സോഴ്സിൻ്റെ കമ്മ്യൂണിറ്റീസിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഓപ്പൺ സോഴ്സിൽ നമ്മൾ മെയിനായിട്ട് പറയുന്ന കൊളാബറേഷൻ, റീലേൺ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ക്ലോസ് റിസോഴ്സിനെക്കാട്ടി എപ്പോഴും ഓപ്പൺ സോഴ്സിൽ നമുക്ക് കുറേ അപ്പർ ഹാൻഡ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഓപ്പൺ സോഴ്സിനാണ് ഒരുവിധപ്പെട്ട എല്ലാവരും. ഏറ്റവും വലിയ എക്സാമ്പിളാണ് ലിനക്സ്, അതേപോലെ ക്യൂബർനെറ്റീസ്. നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോൾ അതിൽ തന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ള ഒരു മടി വേണ്ട. അതായത് കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്പ് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി നിങ്ങളുടെ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ടൂൾ പഠിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കാം, ഒപ്റ്റിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയും ടച്ച് ചെയ്യാത്ത ഒരു ഏരിയ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ആണ് ശരിക്കും കമ്മ്യൂണിറ്റീസ് കൊടുക്കുന്നത്. ഒരുപാട് കമ്മ്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഒരു 2 or 3 years ആയിട്ടാണ് ക്ലൗഡ് നേറ്റീവ് കമ്പ്യൂട്ടിംഗ്, അതായത് ക്യൂബർനെറ്റീസ് പോപ്പുലർ ആയപ്പോൾ ക്യൂബർനെറ്റീസിനെ ബേസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോം, അതുപോലെ ഓരോ ടെക്നോളജിക്കും ഓരോ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും ഈ കമ്മ്യൂണിറ്റീസിൽ നിങ്ങൾ ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഇൻട്രാക്ഷൻ. ഒരുപക്ഷെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ വന്നില്ലെങ്കിൽ ഇന്ന് ഫസീലിയ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരാളുമായിട്ട് ടച്ച് കണക്ഷൻ ഉണ്ടാവില്ല. ഇസ്റ്റോ എന്ന് പറയുന്ന ടൂൾ എനിക്ക് എപ്പോഴും ഒരു എന്താ പറയുക ടച്ച് ചെയ്യാൻ പറ്റാത്ത ഏരിയ ആയിരിക്കും. അങ്ങനെ പറയുമ്പോൾ
നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കരിയറിലാണെങ്കിലും പേഴ്സണലി ആണെങ്കിലും നമുക്ക് ഒരുപാട് നല്ല കണക്ഷൻസ് കിട്ടും. നമുക്ക് പുതിയ ടൂളുകൾ പഠിക്കാം. ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എപ്പോഴും ഉണ്ടാവും. സോ കമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു സ്റ്റുഡൻ്റ് ആയിരുന്നാലും സീനിയർ എഞ്ചിനീയർ ആണെങ്കിലും മിഡ് എഞ്ചിനീയർ ആണെങ്കിലും കമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി CNCF, ക്യൂബർനെറ്റിസ് റിലേറ്റഡ് അല്ലെങ്കിൽ ക്ലൗഡ് നേറ്റീവ് ടെക്നോളജീസിനെ പറ്റി സംസാരിക്കാൻ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ CNCFിൻ്റെ അംബാസഡറായിട്ട് സെലക്ട് ചെയ്തു കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷൻസ് നോക്കിയിട്ട്. അതുപോലെ CD ഫൗണ്ടേഷൻ കണ്ടിന്യൂസ് ഡെലിവറി. ഡെവോപ്സ് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം പറയേണ്ട ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയാണ് CD ഫൗണ്ടേഷൻ. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ജെങ്കിൻസ് ഈ പറയുന്ന പ്രൊജക്റ്റുകൾ മാനേജ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് CD. വളരെ കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ. കാരണം നമ്മൾ അങ്ങനെ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് ഉണ്ടാക്കിയവരായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഡെവലപ്പറെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രോസസ് വെച്ചിട്ട് ഇപ്പോൾ അഡോബിൻ്റെ ഒരു ഇഷ്യൂ വന്നു, നിങ്ങൾ അടുത്ത് ഫിക്സ്. ഇപ്പോൾ ക്ലൗഡ് സ്ട്രൈക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. നമുക്ക് ഇഷ്യൂ അറിയാമെങ്കിൽ പോലും നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഒഫീഷ്യൽ ഫിക്സ് വന്നാൽ മാത്രമേ അത് ഇതാവുള്ളൂ. സോ ഓപ്പൺ സോഴ്സ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ കമ്മ്യൂണിറ്റി ഒരു മേജർ റോൾ നിങ്ങളുടെ കയ്യിൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു എബിൻ, സജന, കിട്ടു. ഞാൻ ഓഡിയൻസിലൊരു ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഞാൻ അഡ്രസ് ചെയ്യാൻ നോക്കാം. So any questions? സോ നമുക്ക് ഇത്രയും ഡിസ്റ്റിങ്ഷ്ഡ് ആയിട്ടുള്ള ഗസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ ഏതൊരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പാകത്തിനുള്ള ആളുകളാണ് ഇവരൊക്കെ. സോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് എത്ര ബേസിക് ലെവലിലുള്ളതും ആയിക്കോട്ടെ നിങ്ങൾക്ക് ചോദിക്കാം. സോ വി ഹാവ് 10 minutes. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കമേഴ്സ് ടൈമിലാണല്ലോ മീറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ആൻസർ ശക്തമായിരുന്നൊരു ക്വസ്റ്റ്യൻ മൈക്കി പറയാമോ? കാരണം ഞാൻ ഫിനാൻസിലായിരുന്നു. ജോബ്സിലേക്ക് വരാനുള്ളത് ഒരു ഏജ് ബാർ അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത കരിയർ അല്ലെങ്കിൽ നമ്മുടെ പാത്തൊന്നും ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ഒരിക്കലും ഒരു അല്ലെങ്കിൽ തടസ്സമല്ല. ആസ് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇപ്പം നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് വരാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ളൊരു പാഷൻ ഉണ്ടെങ്കിൽ ഏജ് ഒരിക്കലും ഒരു തടസ്സമല്ല. ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. ഇപ്പം പറഞ്ഞ കണക്ക് എൻ്റെത് വേണമെന്ന് എനിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം സജിനൊക്കെ പറഞ്ഞ കണക്ക് പുള്ളിക്കാരി 22 വയസ്സിൽ പറഞ്ഞ കണക്ക് IT ഇൻഡസ്ട്രിയിലെത്തി. ഞാൻ ഏകദേശം 30 വയസ്സിലാണ് IT ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് പറഞ്ഞ കണക്ക് ലിനക്സ് ഒന്നും അതും ഞാൻ പറഞ്ഞു യാദൃശികമായിട്ടാണ് ഞാൻ വരുന്നത് IT-ലേക്ക് വരുന്നത്. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഏകദേശം ഒരു 5 years-ഓളം ഞാനിപ്പോൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തു. പറഞ്ഞ കണക്ക് ആ ഒരു പാഷൻ തുടങ്ങി അല്ലെങ്കിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി ആ പാഷൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ അതിനോടൊരു ഇൻട്രസ്റ്റ് തുടങ്ങി. അപ്പം എന്നെ സംബന്ധിച്ചോളം ഏജ് ഒരിക്കലും ഞാൻ പറഞ്ഞത് ലേൺ ചെയ്യാനുള്ള നിങ്ങൾക്കൊരു മാനസികപരമായിട്ടുള്ളൊരു ഇതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ ദെൻ ഏജ് ഒരിക്കലും ഒരു ഭാഗമല്ല എന്ന് ഞാൻ പറയുള്ളൂ. അപ്പം അതിപ്പോൾ അത് ഫൈനാൻസ് ആയാലും ഏതായാലും ദാറ്റ്സ് ഡസൻറ്റ് മാറ്റർ. ഇവിടെ ഞാൻ ബയസ്ഡ് ആവുമല്ല അങ്ങനെ വിചാരിക്കരുത്. എസ്പെഷ്യലി എനിക്ക് 2 കൂട്ടുകാരുണ്ട്, 2 പേരും ലേഡീസ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ദ മാരേജ് ഓഫ് കോഴ്സ് 2 പേരും കുട്ടികളായി. പിന്നെ അവർ പോയിട്ടില്ല, ജോലിക്കൊന്നും പോയിട്ടില്ല. ബട്ട് അവർ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 35 വയസ്സ് കഴിയുമ്പോഴത്തേക്കും കുട്ടികളെല്ലാം തനിയെ അവരവരുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ പരുവാകും. അപ്പോഴത്തേക്കും അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതേപോലെ ഞങ്ങൾക്ക് വരാൻ ചെയ്തത്. ബിക്കോസ് ഇപ്പം റീസെൻ്റായിട്ട് പെട്ടെന്ന് എന്തായിരുന്നു കുറച്ചുകൂടി റിസോഴ്സസ് എബിൻ സൈഡ് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് യൂട്യൂബിലൊക്കെ. ഇപ്പോൾ കോഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വെച്ചാലും ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ബട്ട് ഇവർക്ക് കോഡിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് ആണ് മെയിൻ കാര്യം. അപ്പോൾ അവർ മാക്സിമം എടുത്തത് 6 months ആണ്. പിന്നെ ഇന്ത്യൻ ആയിട്ട് ജോയിൻ ചെയ്തു. ഇപ്പോൾ 2 പേരും MNC-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഹാപ്പി. IT എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് ജേർണിയാണ്. അതായത് നിങ്ങൾ ഓരോ ദിവസവും പുതിയ ടൂളുകൾ അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് പഠിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ IT ഇല്ല. അത് ഡെവോപ്സ് എന്നല്ല, IT-യുടെ തന്നെ ഒരു അഡ്വാൻറ്റേജ്. കാരണം നമ്മൾ എപ്പോഴും കോമ്പറ്റീഷൻ നടത്തുന്നത് നമ്മുടെ ഒപ്പം ഉള്ളവരോടും നമുക്ക് ശേഷം വരുന്നവരോടും നമുക്ക് മുമ്പേ പോയവരോടാണ്. വേറെ ഒരു ഫീൽഡിൽ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. കാരണം ഇപ്പോൾ പുതിയൊരു ടെക്നോളജി എന്ന് കഴിഞ്ഞാൽ സ്റ്റുഡൻസിലേക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കത് പഠിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം മെയിൻ ഫ്രെയിമിൽ വർക്ക് ചെയ്ത് ഞാൻ
കുബർനെറ്റിസ് പഠിക്കില്ല അല്ലെങ്കിൽ പുതിയ ടെക്നോളജി പഠിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഔട്ട്ഡേറ്റഡ് ആയിപ്പോൾ. അപ്പോൾ നമുക്കത് പഠിക്കണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ആ ഒരു പാഷനാണ് മെയിനായിട്ട് IT-യുടെ. കാരണം കിട്ടുവിനെ എനിക്ക് കൊല്ലങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ കിട്ടുമായിട്ട് ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞത്. വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ചില കമ്പനീസ് സർട്ടിഫിക്കറ്റ്സ് പോലും ആരും നോക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പ്രോട്ടോടൈപ്പൊക്കെ കൂടുതലും +2 പാസ്സായ കുട്ടികൾ അല്ലെങ്കിൽ ഡിഗ്രി വേണ്ട എന്ന് പറയുന്ന ലെവലിൽ വരുന്നത്. കാരണം അവരവിടെ പ്രൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഡെവോപ്സ് എന്നല്ല, IT എന്ന് പറയുന്ന ഫീൽഡിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടിയാണ് ഈ പറയുന്ന നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത്. അതായത് മടി പിടിച്ച ആൾ എന്ത് ചെയ്യത്തില്ല, ജോലി ചെയ്യത്തില്ല. അപ്പോൾ ആൾ എന്ത് ചെയ്യും, ആ മാക്സിമം വർക്ക് ഓട്ടോമേഷൻ ചെയ്യും. ഓട്ടോമേഷൻ ചെയ്യണമെങ്കിൽ എന്താണ്, കോഡ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്പർ ലെവലിൽ അറിയേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഫെൽസ് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ടാസ്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മതിയാവും. ഞാൻ ഇവർക്ക് ഹാൻഡ് പറയും, ഇവർക്ക് എനിക്ക് കുറച്ചുകൂടി അതിലേക്ക്. പക്ഷേ ഈ കോഡിംഗ് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഏതൊക്കെ ഒരു ലാംഗ്വേജ് ഒന്ന് പഠിക്കുന്നവരെ മാത്രമേ ഉള്ളൂ. അത് ഈസിയാണ്. മിനിമം റിക്വയർമെന്റേ ഉള്ളൂ എന്നാണ് ഒന്ന് തിങ്ക് ചെയ്യുമ്പോൾ. എത്രത്തോളം അഡ്വാൻസ്ഡ് ആവാൻ ആഗ്രഹിക്കുന്നതോടനുസരിച്ചിരിക്കും. എന്തും നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കും. ഇപ്പം നമുക്ക് തുടങ്ങാനുള്ള സ്റ്റാർട്ടിംഗ് ലെവലാണ് പലർക്കും. ഇപ്പം ഈവൻ കോഡിങ്ങിൻ്റെ കേസ് പറഞ്ഞു. ഇപ്പം കോഡിങ്ങിൻ്റെ ഞാൻ 30 വയസ്സായ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് മുമ്പ് IT എന്ന് പറഞ്ഞ ഫീൽഡേ എനിക്ക് താല്പര്യമില്ല. കോഡിങ് എന്ന് കണ്ടാലേ ഞാൻ ഓടും. അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഡെവോപ്സിൽ ഗോലാങ് എഴുതുന്ന സിറ്റുവേഷൻ വരെ ആയത്. ഇപ്പം റീസെൻ്റായിട്ട് ഞാൻ ഓപ്പറേറ്റർ വരെ എഴുതിയിട്ടുള്ളൂ. അപ്പം തുടങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ. തുടങ്ങി ഇദ്ദേഹം പറഞ്ഞ കണക്ക് ഒരു ലാംഗ്വേജും അതിൻ്റെ അൽഗോരിതം, അതിൻ്റെ കൺസെപ്റ്റ്, അതിന് യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സ്ട്രക്ചറിലുള്ള വ്യത്യാസങ്ങൾ പിന്നെ കുറച്ച് വ്യത്യാസങ്ങളെ വരുള്ളൂ. സ്റ്റാർട്ടിംഗ് ലെവലാണ് ഈ പലർക്കും ഇതിലേക്ക് എത്തിക്കാനുള്ള മടിയുടെ മറ്റൊരു പ്രശ്നം. അത് തരണം ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോൾ ഓക്കെ മതി, മിനിമം സ്റ്റാർട്ട് ചെയ്താൽ മതി. പതുക്കെ അത് കയറി വന്നോളൂ. വൺസ് നിങ്ങൾ ആ ഒരു ഫീൽഡിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കുകയും അതിലേക്ക് നല്ല രീതിയിലൊരു കോഡ് ചെയ്യുന്ന രീതിയിലേക്ക് എത്താൻ പറ്റും. ഇപ്പം മൊത്തം 14 ജില്ലകളുണ്ടെങ്കിൽ 14 ജില്ലകളും കൊളവാക്കി പറയുമ്പോൾ 14 ടൂണിൽ പറയും. ബട്ട് ബേസിക്കലി സംസാരിക്കുന്നത് മലയാളമാണ്. അതേപോലെ തന്നെയാണ് കോഡിങ്. ഞാൻ തുടങ്ങിയത് ജാവയിലാണ്, ഇപ്പം എത്തി നിൽക്കുന്നത് പൈത്തണിലാണ്. ഇതിലിടയ്ക്ക് ഷെൽ സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പം ബേസിക്കലി ഏതെങ്കിലും ഒരെണ്ണം അത്യാവശ്യം മനസ്സിരുത്തി പഠിക്കുക, അത്രേ ഉള്ളൂ. അതിൽ ഡെവോപ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഐ സജസ്റ്റ് ഷെൽ സ്ക്രിപ്റ്റിംഗ്. അതാകുമ്പോൾ ഒരു ലോജിക്കൽ റീസണിങ് അറിയാം. അപ്പം അത് അറിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു എൽസ് കണ്ടീഷൻ നമ്മൾ വിട്ടുപോയി, ആ ഒരു കണ്ടീഷനിൽ ആ ഒരു ബ്ലോക്ക് വർക്കാവില്ല. അപ്പം നമുക്കത് അറിയാൻ പറ്റത്തില്ല. കാരണം എന്താ, നമുക്ക് അറിയില്ല കോഡിങ്. കോഡിങ് എന്ന് പറഞ്ഞാൽ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ഒരു ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയും ഒരു വഴി പോയി, അത് ലെഫ്റ്റ് എടുത്താൽ എവിടെ പോകും, റൈറ്റ് എടുത്താൽ എവിടെ പോകും, അത് നമ്മുടെ കോഡിങ് കാണണം. അല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് എടുത്താൽ പോകാനുള്ള വഴിയെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ഫെയിലാകും. അതേ ഉള്ളൂ. ഞാനൊരു അഡീഷൻ ചെയ്യാം. കാരണം ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നമ്മൾ കാണുന്നതാണ്. ജെങ്കിൻസിൽ ഡെവോപ്സ് എഞ്ചിനീയർ ആവും, 60 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂറിൽ ഡെവോപ്സ് എഞ്ചിനീയർ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സിനാരിയോ ആണ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സിനാരിയോ മാത്രമല്ല. പക്ഷേ ഇൻ കേസ് നിങ്ങൾ സ്വന്തമായിട്ട് അത് റിസർച്ച് ചെയ്ത് നിങ്ങൾ അതിൽ വരുന്ന ഇഷ്യൂസ് ഫൈൻഡ് ചെയ്ത് നിങ്ങൾക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങളൊരു പ്രൊജക്റ്റ് എടുത്തു, ആ പ്രൊജക്റ്റ് നിങ്ങൾക്ക് പാഷനേറ്റ് നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റെസ്യൂമെ ബിൽഡിംഗ് എക്സസൈസാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ Node.js ഒരു കോഡ് എടുത്തിട്ട് നിങ്ങളത് ഡോക്കറിലാക്കി അതിനൊരു ജെങ്കിൻസ് പൈപ്പ്ലൈൻ എഴുതി അതൊരു ഡിപ്ലോയ്മെൻറ്റ് ചെയ്തു. സോ ഈ പ്രോസസ്സ് നിങ്ങൾ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരു വീഡിയോ നോക്കി ഫോളോ ചെയ്ത് ചെയ്യാം. ഓക്കെ. 2, ഇതെന്താണ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. സമയം എടുക്കും. വീഡിയോ നോക്കി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. എന്നിട്ട് ആ ടാസ്ക് തീർക്കാനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തീരും, വീഡിയോ നോക്കിയിട്ടോ അല്ലെങ്കിൽ. പക്ഷെ നിങ്ങൾ ഒരു കമാൻഡ് അടിക്കുകയാണ്, CD_10 അടിക്കുകയാണ്. ആ കമാൻഡ് എന്താണ് വർക്ക് ചെയ്യുന്നത് ബാക്ക് എൻഡിൽ. ലിനക്സ് പഠിപ്പിക്കുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഇതാണ്, നിങ്ങൾക്ക് ലിനക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ കണ്ടാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പണ്ട് നിങ്ങൾ എന്ത് ഇഷ്യൂ ലിനക്സിൽ പോസ്റ്റ് ചെയ്തിൽ അടിയിൽ വന്നിട്ട് alias = rm-rf* കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ റൂട്ടിലുള്ള ഫയൽ സിസ്റ്റം മൊത്തം ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡാണ്. നിങ്ങൾ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്റ്റാക്ക് ഓവർഫ്ലോയിലാണ് ആ ഒരു ഇഷ്യൂനെ നോക്കുന്നത്. അപ്പോൾ അതിൽ അവർ ആ ഒരു സൊല്യൂഷൻ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളൊരു ഫ്രഷറാണ്, നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഏരിയാസ് RM- കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്താണ് റിമൂവ് ചെയ്യാനുള്ള കമാൻഡ് മനസ്സിലാവും. പക്ഷെ അതിന്റെ ഫ്രണ്ടിൽ ഒരു ഏരിയാസ് ഇട്ടിട്ട് ഫിക്സ് എന്നല്ല ഇട്ടിരിക്കുന്നത്, അതിന് ഫിക്സ് അടിക്കാനായിരിക്കും പറയുന്നത്. ആ ഫിക്സ് കമാൻഡ് അടിക്കുമ്പോൾ സംഭവിക്കുന്നത് ബാക്ക് എൻഡിൽ നിന്ന് സംഭവിക്കും ഈ RM- കമാൻഡ് എക്സിക്യൂട്ട് ആവും. സോ നിങ്ങളുടെ ഫയൽ സിസ്റ്റം കറക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ ചോദിക്കും, ഞാൻ ഈ ഒരു പ്രൊജക്റ്റാണ് ചെയ്തിട്ടുള്ളത്, ഇത് A to Z ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ കാണിക്കുക, നിങ്ങൾ അയാൾക്ക് മുമ്പ് പരിചയമില്ല, അയാൾക്ക് നിങ്ങളെയും പരിചയമില്ല, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരു CV മാത്രമാണ്. ആ പേപ്പറിൽ നിങ്ങൾ 3-4 പേജ് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം ഒരു 20 മിനിറ്റ് കൊണ്ട് ചോദിച്ചു തരാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു ലേണിംഗ് ഇതെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഇപ്പോൾ ജെങ്കിൻസ് എന്താണെന്ന് ചോദിക്കും. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ കേൾക്കുന്നത് ജെങ്കിൻസിൻ്റെ കഥയായിരിക്കും. ജെങ്കിൻസിൻ്റെ കഥ കേൾക്കാനല്ല നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും അടുത്ത ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇത് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ A to Z ചോദിച്ചുകൊണ്ടിരിക്കും. ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾ സ്വന്തമായിട്ട് ലേൺ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിച്ചതാണോ അതോ നിങ്ങളുടെ റെസ്യൂമിൽ ഷോക്കേസ് ചെയ്യാൻ പഠിച്ചതാണോ നമുക്ക് ആ ഒരു കോളിൽ മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിൽ ഒരു എന്താ പറയുക ചർച്ച ചെയ്യാനുള്ള ഒരുപാടുണ്ട്, ഞാൻ ബ്രേക്ക് ചെയ്യാണ്. സോ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാന്ന് പറയുന്നതാണ് എൻ്റെ ബെസ്റ്റ് പ്രാക്ടീസ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് നമുക്കറിയാം, ലൈക്ക് സമ്മൺ സെഡ്, ഈ ഒരു